അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷവർമ ഹൗസിൽ തന്നെ വന്നത്. ഇത് ബീഫ് വിത്ത് ഹമൂസ് വിത്ത് ബീഫ്. ഇതെന്താ പേര് പറഞ്ഞത്? ഫൂൽ. ഇത് ലഫ്സ ചിക്കൻ, ഫലാഫിൽ, അതുപോലെ ലിവർ, പിന്നെ മജ്നൂൻ, ലബൻ, പിന്നെ സാലഡ്. അല്ല ഇതെന്താ അണിയാ? അണിയല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാം കൂടി നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. ഓക്കെ, ടേസ്റ്റും കൂടി പറയാല്ലേ, എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് കൂടി നോക്കണേ. അപ്പോൾ പിന്നെ ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ആദ്യം ഒന്ന് ഫലാഫിലൊന്ന് സ്ഥിരം കഴിക്കുന്ന സാധനം ഒന്ന് നോക്കി നോക്കാം. അടിപൊളി. ജാസി മറ്റേ ഇതുമായിട്ട് മലപ്പുറത്ത് വിളിക്കുന്നുണ്ട് റൊട്ടിയായിട്ട്. റൊട്ടിയും ഫൂലും അങ്ങനെ പൊളിയാ? അടിപൊളി. ഓക്കെ, ഇനി ഇതോ? ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കിയേ. ലിവർ. എടാ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു പീസ് ഒന്നും എടുത്തിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് മനസ്സിലാവില്ല ഷാനി. അതിനൊരിതാ, അത് നമ്മളെ സാജി എടുക്കുന്നതാ. എന്നാലേ അതിൻ്റെ കട്ടൊക്കെ എടുക്കണം, എന്നാലേ നമ്മൾ ഏതൊരു സാധനത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടും. എങ്ങനെയുണ്ട് സാജി? ലിവറിന്റെ അറബിക്കാണ് കിബ്ദ. എങ്ങനെയുണ്ട് സംഭവം? ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. ഓക്കെ, ഇത് നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മറ്റേ സാധനമില്ല, നമ്മൾ മറ്റേ മുട്ടമാല പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. ചീസും എഗ്ഗും ഉള്ളതോ? ഓ, നമ്മൾ സാജി തന്നെ കഴിക്കണം, എന്നാലും അതിനൊരു മജയുള്ളൂ. ഓ, എങ്ങനെയുണ്ട്? നീ കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ തൃപ്തിയാകുന്നടാ. ഞാനും ഇങ്ങനെ ഇതിൻ്റെ ആളാണ് കേട്ടോ, കുറച്ച് അധികം എടുത്ത് കഴിക്കണം, എന്നാലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ. ഇതെന്താ സംഭവം എന്നറിയോ? ലൈല മജ്നു എന്ന് പറഞ്ഞത്. ഇതിൽ ഈ നമ്മുടെ പുല്ലുമുട്ടായില്ലേ, പപ്പടി സോന പപ്പടി, അതുപോലെ തേന്, ചീസ്, എഗ്ഗ്, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ്. എല്ലാം കൂടി ഒരിക്കൽ കഴിച്ചപ്പോൾ, ഇവരൊക്കെ കഴിച്ചപ്പോൾ പൊളിയാന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, കോഴി സാധനം. ഇതാ എല്ലാവരും ചെറപറ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങി. നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഈ ഡിസൈൻ നല്ല രസമുണ്ടല്ലേ, മിററും ഒരു ഗ്രീനറിയും കൊടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമുക്കെല്ലാം ആക്കാൻ തോന്നും. അപ്പം നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ജോർദാനിൽ പോകുന്ന തന്നെ അവിടുത്തെ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ. അവിടെ നല്ല ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ സൗദിയിൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് കയറേണ്ട സ്ഥലമാണ് കേട്ടോ ഷവർമ ഹൗസ്. പല ബ്രാഞ്ചുകളുണ്ട്, കുറേ സ്ഥലത്തുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ പോയത് വേറൊരു സ്ഥലത്താണ്, ഇത് വേറൊരു സ്ഥലത്ത്. അതുപോലെ നമ്മൾ വണ്ടിൻ്റെ പെയിൻറ്റും കാര്യങ്ങളിലും കുറച്ചെല്ലാം പോയി. ഇതുപോലെ ചെറിയ ചെറിയ പ്രാണികൾ അടിക്കുന്നതിനെ നമ്മൾ പറഞ്ഞു കേട്ടോ. ഇതെല്ലാം നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഒന്നും കൂടി നമുക്ക് പെയിൻറ്റെല്ലാം ചെയ്ത് പോവാം. പോകുന്ന വഴിക്കായിരുന്നു അടിക്കല്ലേ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാജി പറയുന്ന ആരോ പിടിച്ച് തിരിച്ചൊരു വീട്. ഇതാരോ പിടിച്ച് തിരിച്ചെന്ന് മേളിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫണ്ണി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെല്ലാം അന്നേരം ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം നമ്മളിനി ഇതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ 1283 കിലോമീറ്ററും കൂടി ഓടാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതാ പിന്നെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ തണൽ മരങ്ങളും ചെടികളെല്ലാം കാണുന്നുണ്ട്. ഇതിൻ്റെ ഏകദേശം പിന്നെ എൻഡിലെത്തുമ്പോഴേക്ക് ഇപ്പോൾ റിയാദിലേ ഉള്ളത്, റിയാദിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ റിയാദ് ഏകദേശം കഴിയുമ്പോഴേക്ക് ഈ മരങ്ങളും പിന്നെ സ്ട്രീറ്റ് ലൈറ്റും എല്ലാം പോയി സാധാ റോഡും പിന്നെ നമ്മൾ റോഡും പൂഴിയും മാത്രമേ കാണുള്ളൂ. ഒരു വണ്ടി ഉണ്ടാ, അതിൻ്റെ വീല് കാണുന്നുണ്ട്, നല്ല രസമുണ്ടല്ലോ കാണാൻ. പിന്നെ ഒരുപാട് ചൈനീസ് വണ്ടി വന്നിട്ടുണ്ടേ. അതുപോലെ ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് ചിലതിൻ്റെ നല്ല രസമുണ്ട് കാണാൻ, ചില വണ്ടിൻ്റെ നല്ല രസമുണ്ട്. ഇതൊക്കെ വീഡിയോ പൊളി. അയാളും വീഡിയോ എടുക്കുന്നു.
ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര സുഖകരമാക്കാം. അടിപൊളി. അപ്പോൾ ഇതാ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളെല്ലാം പോയി. ഇപ്പം നമ്മൾ വിജനമായ സ്ഥലത്തൂടെ പോകണ്ട. ഓക്കെ, എത്ര വലിയ ലോങ് മരുഭൂമിയാണ് കാണുന്നൊക്കെ, ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ സാജിബ്രോ കൂർക്കം വലിക്കുന്നത് കേട്ടോ. ഭയങ്കര വൈബ്. ഓക്കേ, അപ്പൊ നമ്മളിപ്പോ സീതേനി ഇപ്പൊ നമുക്ക് നേരെ പോകേണ്ടത് അല്ലട തബൂക്കല്ല. നമ്മളിപ്പോ ഫസ്റ്റ് ഒരു സ്ഥലത്ത് കാസിം എന്നല്ലേ നമുക്ക് തിരിയണ്ടേ. കാസിം നേരെ സ്ട്രെയിറ്റ് റൂട്ടാണ്. ഇതണ്ടാ അവിടെ വളരെ ദൂരത്തെ ആൾക്കാർ ക്യാമ്പിംഗ് ഉണ്ടേ. ടെന്റ് അടിച്ച് വെക്കുന്നുണ്ടാ, നല്ല ലോങ്. അയ്യോ വേണ്ടേ, ഇതണ്ടാ ഒരു വീട് കൊണ്ട് പോകുന്നുണ്ടാ. ട്രെയിലറിൽ കുറച്ച് സ്ലോ ആക്കിയ ഇതാ എല്ലാ സെറ്റപ്പുള്ള വീടാണ് കണ്ടുപോകുന്നത്. ഇതാ വേറെ വീട്, പല സ്റ്റൈലിലുള്ള വീടുകളാണ് കൊണ്ടുപോകണ്ട. ഇത് സംഭവം ആണെങ്കിൽ കൊണ്ടേക്കും താമസിക്കെല്ലാം ചെയ്യാം. എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ അതിൽ. നമ്മൾ ഒരിക്കലും കയറിയിട്ടുണ്ടായിന്. ഓഫീസ് മറ്റേ ഈ ഡിഫൻസിൽ ക്യാമ്പിനെല്ലാം കൊണ്ടേക്കുന്ന വീടാണ്. ഇതണ്ടാ നല്ല വൈറ്റ് കളർ ക്യാമലിനൊക്കെ ഉണ്ടാ, അതിനുള്ള പുല്ല് ഇതാ ബാക്കിലേക്ക് കൊണ്ടുപോകുന്നു. എന്താ രസം നോക്കിയേ. ഞാൻ ഇതുവരെ ഇത്ര വെള്ള ഒട്ടകത്തിനെ കണ്ടിട്ടില്ലട്ടാ. ശരിക്കും വൈറ്റ്, നമ്മള് പശുവിനെല്ലാം കാണുന്ന പോലത്തെ അതേപോലത്തെ വൈറ്റ് അല്ലേ? അല്ല, സാധാരണ ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിചാരിക്കൂലേ. അയ്യോടാ എന്താ മൊഞ്ചി. ഓ പൊളി. എത്ര ഉണ്ട്? 5 എണ്ണോ 6 ഉണ്ടല്ലേ. ഞാൻ ആദ്യം പെട്ടെന്ന് കണ്ടത് എന്താ വിചാരിച്ചെന്നറിയോ, പിന്നെ ഇതാണ് അൽപ്പാക്കിയെന്ന്. അടിപൊളി, നല്ലൊരു കാഴ്ച ചേട്ടാ. എന്നാലും ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഒട്ടകത്തിനൊന്നും കണ്ടിട്ടില്ലല്ലോ. جوردان بعدين after 10 سنة 10 انجليش معلوم يا ارباب طيب انجليزي عربي ما في معلوم مشكلة هذا عربي. السلام عليكم. മരുഭൂമിയിൽ നിന്ന് ഇങ്ങനെ വെള്ളൊട്ടകവും കറുത്തൊട്ടകവും എല്ലാ കളറും പോകുന്നുണ്ടാ. എന്താ ഭംഗി നോക്കിയേ. അതാ ബാക്കിൽ നിന്ന് ഓടി വരുന്ന അതാ. വൈറ്റ് കളർ രസം തന്നെ അല്ലേ. ഓക്കെ, ബൈ. ഒരുപാടെണ്ണം വരുന്നുണ്ട് കേട്ടാ. ഒരുപാട് ഒട്ടകങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഒട്ടകങ്ങൾ വരി വരി വരിയായി, അരക്കമരങ്ങൾ നിര നിര നിര. ഈ ഒട്ടകം വരുന്നതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഫെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഇറക്ക കാണുന്നുട്ടാ. അവിടെ അറബിയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. 45 ഒന്നല്ല, അത് രാവിലെ തുടങ്ങിയ തള്ളാം. അത് നല്ല അത്യാവശ്യം ഇറക്കുണ്ട്, പക്ഷെ 45 ഡിഗ്രി ഒന്നല്ല. ഇവിടെ ബോർഡ് എല്ലാം കൂടുതൽ അറബിയിലാണ് കാണുന്നുട്ടാ. അപ്പൊ നമ്മള് യാത്രയിലാണ്. ഇപ്പൊ ഒരു കടകളോ ഒന്നും ഇല്ലട്ടാ. അപ്പൊ നമുക്കൊരു ചായ കുടിക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ടേ. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ഉണ്ടാക്കല്ലേ, നമ്മളെല്ലാം എടുത്തിട്ടില്ലേ സാജി, ഉണ്ടായിക്കൂടെ? പിന്നെ ഇപ്പൊ ഇവിടുത്തെ 20 ഡിഗ്രി ആണെട്ടോ ഇപ്പൊ. അപ്പൊ നല്ല തണുപ്പായിക്കൊണ്ട് വരുന്നുണ്ട്. ജോർദാനിൽ എത്രയാണ്? ജോർദാനിൽ മൈനസാ. അടച്ചോനെ സ്നോഫാളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ അവിടത്തേക്ക് കുറെ ഓടുന്നതിനോടുകൂടി കുറഞ്ഞ് വരും. നേരത്തെ 24 ആയിരുന്നു, ഇനി 23, 22, 21, ഇപ്പൊ 20 ആയിട്ടുണ്ട്. അപ്പൊ ഇനി സ്വെറ്ററിൽ എല്ലാവരും സെറ്റ്. ഒട്ടകം അത് നേരത്തെ കണ്ടത് വെള്ള ഒട്ടകം, ഇത് സാധാരണ നോർമൽ കളർ ഒട്ടകം. ഒന്നുമില്ലട്ടാ, വളരെ
സ്പീഡ് നോക്കിയാൽ 140 നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ എത്രയോ സമയം ഇങ്ങനെ തന്നെ പോകുന്നത്. ഓക്കെ, സൈഡാക്കി എന്നാൽ നമുക്ക് ചായ വെക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഒഴിഞ്ഞ പ്രദേശം. ഓക്കെ, അതെന്താ സൗണ്ട് ഒക്കെയെന്നറിയോ? അത് നമ്മളെ എന്റർടൈനർ ഉണ്ട്. എന്റർടൈനർ കേറിയാലും തുടങ്ങി ഉറക്കം. ഓക്കെ, അപ്പോൾ എൻ്റെ ആ കൂർക്കാണ് കേട്ടത്. സമ്മതിക്കൂല കൂർക്കം വലിച്ചെന്ന്. അപ്പോൾ നമ്മളെ എവിടെ ചായൻ്റെ സാധനം ഇവിടെ? ഓക്കെ, എടുത്തില്ലേ? സംഭവം എടുത്തില്ലേ? എല്ലാം ഉണ്ട്. ടേബിള്, ചെറിയ ചെറിയ കുഞ്ഞു ചെയർ, അതാ ലാപ്ടോപ്പ് തുറക്കുന്നുണ്ട്. ആ, അത് നമ്മുടെ ഗ്യാസ് അടുപ്പ്. ഓ, ഏതാ സെറ്റപ്പ്! ഗ്യാസിൻ്റെ കുറ്റി. ഇത് നമ്മളെ ട്രാവലോഗ് ചിത്രം എന്ന് പറഞ്ഞ അവൻ്റെ കയ്യിൽ എപ്പോഴും കാണുന്നുണ്ട്. ആ, നമ്മുടെ നാട്ടുകാരനാണ് അവൻ. ഇങ്ങനെ എന്തല്ലോ കുക്ക് ചെയ്ത് കൊണ്ട് നടന്നിട്ടാ യാത്ര കേട്ടോ. നേപ്പാളിലേക്ക് അവിടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ? നിങ്ങളൊന്നും കണ്ടിട്ടില്ല? ആശുപത്രി കണ്ടിട്ടില്ല? കാണണം കേട്ടോ, അടിപൊളി ചാനലാണ്. അവൻ ഈ നൂഡിൽസ് എല്ലാം ഉണ്ടാക്കി തിന്നണം എവിടൊക്കെ പോയിട്ട്. സാജിക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. സാജി കഴുകിയിട്ടെല്ലാം തന്നെ എടുത്തട്ടാ, കുഴപ്പമൊന്നുമില്ല. നീ എന്താണ് ഷാനി? അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ തന്നെ ഡിസ്പെൻസറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിനെ. ചുക്കാപ്പി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ സജ്ജീകരണങ്ങളും, മുട്ടയുണ്ട്, ബ്രെഡ്, പിന്നെ വണ്ടി കത്തിക്കാണ്ട് പരിപാടിയാ. വണ്ടി ഇതിപ്പോൾ ആള് കൂടിയിട്ട് പാമ്പിയാവില്ല എന്നാണ് അവസ്ഥ. തോന്നുന്നത് ഇതിപ്പോൾ ഒരു ചായ ഉണ്ടാക്കാൻ ഏകദേശം ഒരു ബിരിയാണി ഉണ്ടാക്കേണ്ട സമയമായി. ടൈം ഏകദേശം എത്ര സമയം പോയി എന്നറിയോ? എല്ലാം സജ്ജീകരണം ഉണ്ട്. ഇപ്പം ഇതെല്ലാം എടുത്തു വെക്കാൻ തന്നെ ഒരു ടൈം വേണ്ടി വരും. പക്ഷെ ഇതെല്ലാം ഒരു വൈബല്ല. എന്തേ ചായക്ക് ശേഷം ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. സജി പൊളിക്കൂലേ? അയ്യോ, ഓ, ആ തോടെടുത്തോടാ. സംഭവം സാജി സ്റ്റൈലാക്കുന്ന കേട്ടോ. പൊട്ടിക്കാനുള്ള കത്തിയും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. എൻ വഴി തനി വഴി. എന്തേ? ഓക്കെ, ബ്രെഡും കൂട്ടി അടിക്കാം. ഷാനി ചായ എങ്ങനാ? ഓക്കെ, ഇതുണ്ടാ നല്ല അടിപൊളിയായിട്ടുണ്ടേ. പക്ഷെ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോഴുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസം. അത് സംഭവം നമുക്ക് വാങ്ങിക്കാൻ ഈസി ആയിട്ട് കിട്ടുമായിരിക്കും. എന്നാലും നമ്മളിങ്ങനെ സ്വന്തമായിട്ട് വന്ന് വണ്ടിയിൽ നിർത്തി അങ്ങനെ കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് അതന്നെയല്ലേ നമ്മളൊരു ട്രിപ്പ് എന്ന് പറയുന്നത്. അതെല്ലാം ആസ്വദിച്ചിട്ട് പോകുന്ന നമ്മൾ തിരിച്ചു വരുന്നൊരു ഡേറ്റ് വെക്കാണ്ട് പോകുമ്പോൾ ഈ ഒരു രസം കിട്ടും. നമുക്ക് അവിടെ ഇത്ര സമയത്ത് എത്തണം അങ്ങനെ ഒന്നും ഒരു പ്ലാനിങ് ഇല്ലല്ലോ. അപ്പോൾ മെല്ലെ മെല്ലനെ പോയി അങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളെ ഉദ്ദേശം. ഇവിടെ തന്നെ അത്യാവശ്യം സമയം ആകുന്നുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം പാക്കപ്പ് എല്ലാം ചെയ്ത് പോകുമ്പോഴേക്കും ഒരു സമയമാവും. ഓക്കെ, അപ്പോഴത്തേക്ക് ഇതാ സൺസെറ്റെല്ലാം ആവാറായി. ഇത് പിന്നെ കാലിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാ അടുത്ത കുക്ക് ഇറങ്ങിയേ. ബുൾസൈ മാത്രമേ രാത്രി നമുക്ക് മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ സാജി. മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ആടിനെ വാങ്ങി അറുത്തിട്ട്, നോർമലല്ല, അങ്ങനെ ഇറച്ചി വാങ്ങിച്ചതല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിഹേഴ്സലാണ്. ഇനിയിപ്പോൾ എവിടെ നിർത്തിയിട്ട് ഇത് ചെയ്യാം. നല്ലോണം കുറഞ്ഞു പോയി. എന്തായാലും എല്ലാം നല്ല ആചാരബാഹു മനുഷ്യന്മാരല്ലേ, കഴിക്കൂ. ഓക്കെ, കുറച്ച് ഉപ്പിട്ടേക്ക് നമുക്ക്. എടുത്തന്നെ ഉണ്ട്.
എന്നാ എനങ്ങാണ്ട് നീ ഉണ്ടാക്കുമ്പോ എന്തോ പറഞ്ഞ ആകെ ഉണ്ടാക്കിയത് ബുൾസയാണ്. എന്നിട്ട് കേട്ടാ എനിക്ക് വല്ല മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയത്. ഓക്കെ, എനിക്ക് കുറച്ച് ഉപ്പ് അധികം ഉണ്ടായാൽ ഇഷ്ടമാണ്. നമ്മൾ എടുത്ത് തന്നെ ഉണ്ടല്ലോ. ഓക്കെ, സെറ്റ്. ആ സാധനം ഒന്ന് മിസ്സേപ്പ് ചെയ്തു നമ്മുടെ. അപ്പോൾ നമ്മളിതാ നമ്മുടെ ചായയും പരിപാടികളും കഴിഞ്ഞ് നമ്മൾ എന്താണെന്നറിയോ നിർത്തിയിട്ട് കഴിക്കാൻ കാരണം നമ്മൾ രാവിലെ ബ്രഞ്ച് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചില്ല. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കുറച്ച് ലാവിഷായിട്ട് കഴിച്ചിട്ടാ. അപ്പോൾ എല്ലാവരും സെറ്റായി. ഞാൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം റീപാക്കെല്ലാം ചെയ്യുമ്പോഴേക്ക് ഇതാ സൺസെറ്റ് എല്ലാം കഴിഞ്ഞ് കറക്റ്റ്. അപ്പം നമ്മൾ ഇനിയും യാത്ര തുടരുകയാണ്. അപ്പോൾ വിടാ വാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ അവസാനിപ്പിച്ച് ഇതാ രാത്രി ആകുമ്പോഴേക്ക് റൂം എടുത്ത് നമ്മളൊരു തൽക്കാലത്തേക്ക് ഒരു ഡോർമെറ്ററി പോലത്തെ ഒരു സംഭവം എടുത്തിട്ടാ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നാളെ രാവിലെ മുതൽ തുടങ്ങാം. മെയിനായിട്ട് നമ്മളിപ്പോൾ ഈ യാത്രയിൽ കാണാനൊക്കെ ഭയങ്കരമായ മരുഭൂമി പോലത്തെ സ്ഥലമായതുകൊണ്ട് കൂടുതൽ അങ്ങനെ എടുക്കാൻ കഴിയില്ല. ഒരേ കാഴ്ച തന്നെ കാണിക്കേണ്ടി വരും. അപ്പം നമ്മൾ ഫുഡിലാണ് മെയിൻ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നാളെ പുതിയ കാഴ്ചകൾ കാണാം. ഓക്കെ.